കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുവരെ നമ്മളൊന്നും ചോദിക്കാതിരിക്കുന്നതല്ല നല്ലത്. രഘുവേട്ടന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, അച്ഛൻ ബാക്കി എല്ലാ മക്കൾക്കും ചോദിക്കാതെ വാരിക്കോരി കൊടുക്കും. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ളത് അങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യും. എന്റെ അനുവിന്റെയും കല്യാണത്തിന് സംഭവിച്ചതടക്കം എല്ലാം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഒന്നും ചോദിച്ചു വാങ്ങിയില്ലെങ്കിലും നമ്മളും നമ്മുടെ കുഞ്ഞും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും അച്ഛനെ ഒന്ന് ഇടയ്ക്കെങ്കിലും ഓർമ്മിപ്പിക്കണം. എന്റെ അമ്പിളി ഒന്ന് മതിയാക്ക്. ദേ അമ്മോൻ അപ്പുറത്തിരിപ്പുണ്ട്. ഇനി ഇവിടെ സമാധാനം ഇല്ലെന്ന് വന്നാ അത് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ഞാൻ നിർത്തി. പറഞ്ഞാ മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാഷേ, സരോജ, എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ പൊയ്ക്കോ. അമ്പിളി ഇവിടെ ഉണ്ടല്ലോ. രജിസ്ട്രേഷന് പോകുമ്പോ സരോജനയും കൂടെ വരേണ്ടി വരും. മക്കളെ എല്ലാവരെയും കൊണ്ടുപോകേണ്ടതല്ലേ. 1-2 ദിവസത്തേക്ക് അവിടെ ഒന്ന് നിൽക്കാൻ സരോജനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല മാഷേ, ഞാൻ വന്നോളാം. ശരി. രഘുവിന് ചായ എടുക്കട്ടെ? ഓ വേണ്ട ആന്റി, രാവിലെ കുടിച്ചതല്ലേ, അത് മതി. ശരി അമ്മ, ഞാൻ ഇറങ്ങാം. പിന്നെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരേണ്ട കാര്യമില്ലല്ലോ. ടാക്സി വിളിച്ച് പറഞ്ഞാൽ പോരെ? മതി. നീ ആ പ്രമാണത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൃത്യസമയത്ത് രജിസ്റ്റർ ഓഫീസിൽ എത്തിയാൽ മതി. ബാങ്കിൽ നിന്ന് കാശ് കൊടുത്ത് ഞാൻ ഇവരെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നോളാം. പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ പോയി നിനക്ക് ദയയുടെ കാര്യം അന്വേഷിക്കാനുള്ളതല്ലേ, അത് എത്രയും വേഗം റെഡിയാക്കണം. അതൊക്കെ ഞാനും വിനയനും കൂടി റെഡിയാക്കിക്കൊള്ളാം മാവാ. പിന്നെ ശബരി ഉണ്ടല്ലോ. ശബരിയേട്ടന് അക്കാര്യത്തിനൊന്നും കിട്ടില്ല രഘുവേട്ട. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിനും ശബരിയേട്ടന്റെ സഹായം നിങ്ങൾ ചോദിക്കരുത്. വേണമെങ്കിൽ ഞാൻ രഘുവേട്ടനൊപ്പം വരാം. എന്നിട്ട് എല്ലാം ഞാൻ തന്നെ അന്വേഷിച്ച് വേണ്ടതുപോലെ ചെയ്തോളാം. അതെന്തിനതേ അങ്ങനെ? നിന്റെ കാര്യങ്ങളൊക്കെ ഇതുവരെ നോക്കിയത് നീയായിരുന്നു. ശബരി അങ്ങനൊരു വാക്ക് പറഞ്ഞു എന്ന് കരുതി നീ അതൊരു വലിയ കുറ്റമായിട്ടൊന്നും കരുതണ്ട മോളെ. കാരണം അവൻ അതിനു മാത്രം നിനക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടവനല്ലേ മോളെ.